ഓക്കെ, ഞാൻ രോഹിത് കൃഷ്ണനിലേക്ക് പോവുകയാണ്. ശ്രീ രോഹിത് കൃഷ്ണൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സാക്ഷരത, അതായത് ഡിജിറ്റൽ സാക്ഷരത അല്ലെങ്കിൽ സൈബർ സാക്ഷരതയുടെ കാര്യമൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ പോലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബാങ്കുകളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ നമ്മൾ കൈമാറുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ തട്ടിപ്പുകാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വായിച്ച കാര്യമാണ്. അതായത് സിബിൽ സ്കോർ, കോഴിക്കോട് ഒരാൾക്ക് സിബിൽ സ്കോർ കുറവാണ്. ആ സിബിൽ സ്കോർ കുറവായതുകൊണ്ട് നിങ്ങൾ ഒരു 15,000 രൂപ അടയ്ക്കൂ എന്നും പറഞ്ഞിട്ട് ഒരു കോൾ വരികയാണ് കോഴിക്കോട് സ്വദേശിക്ക്. അപ്പോൾ അദ്ദേഹം യാത്രയിലൊക്കെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ സിബിൽ സ്കോർ എൻ്റെ കുറയാൻ, അങ്ങനെയാണെങ്കിൽ എനിക്ക് സിബിൽ സ്കോർ കൂട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ പുള്ളി അറിയാതെ തന്നെ അന്നേരം തന്നെ ഒരു മെസ്സേജ് വരികയാണ്, കോളും വരുന്ന ഒരു മെസ്സേജ് വരുന്നത്. ഒരു APK ഫയലാണ് അയച്ചു കൊടുത്തത്. അദ്ദേഹം ആ APK ഫയൽ ഓപ്പൺ ചെയ്ത് പിന്നെ പുള്ളിക്കൊന്നും അറിയില്ല. പുള്ളിയുടെ 14 തവണകളായിട്ട് ഏതാണ്ട് 3,46,000 രൂപയാണ് ആ കോഴിക്കോട് സ്വദേശിക്ക് നഷ്ടമായത്. അപ്പം ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അറിവില്ലായ്മ, പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെ നമ്മൾ എന്തും വിശ്വസിച്ച് പോകുന്ന ഒരു കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾ, അപ്പം ഈ ബാങ്കിലെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ, ഈ ഡാറ്റ ചോർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അപ്പം അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട കാര്യമല്ല. അല്ലെങ്കിൽ ഇപ്പം റിസർവ് ബാങ്ക് ആയാലും അല്ലെങ്കിൽ കേരള പോലീസ് ആയാലും ഇതിനെതിരെ ബോധവൽക്കരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പൊല്ലാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ 1930 എന്നുള്ള ടോൾ ഫ്രീ നമ്പർ. പക്ഷേ ഇതൊക്കെ സാധാരണക്കാരന് പെട്ടെന്ന് ഇതിനൊക്കെ പരാതിപ്പെടാനുള്ളയൊക്കെ സാഹചര്യങ്ങളും, അല്ലെങ്കിൽ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള നടപടികളുമൊക്കെ വൈകുന്നു എന്നുള്ള വലിയ പരാതികളുമുണ്ട്. ഇത് വളരെ ഗൗരവമായ ഒരു തട്ടിപ്പ് തന്നെയാണ് ഉദാഹരണം പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇതിനും കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരാളുടെ രേഖകൾ, അതായത് ഒരു ലോൺ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുന്ന രേഖകൾ എല്ലാം കൂടെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ചില സമയത്ത് നമ്മുടെ ലോണുകൾ അത് അപ്രൂവ് ആവണമെന്നില്ല. അങ്ങനെ ഇരിക്കെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു തട്ടിപ്പിന്റെ കാര്യം മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, തട്ടിപ്പ് അതായത് ലോൺ അപേക്ഷിച്ചവരെ പോലും അറിയാതെ തന്നെ, അവരുടെ അറിവില്ലായ്മ തന്നെ, സമ്മതമോ കാര്യങ്ങളോ ഇല്ലാതെ കൂടെ തന്നെ അവരിൽ നിന്നും ലോൺ എടുക്കപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് അവിടുത്തെ ബാങ്ക് ജീവനക്കാർ ഉൾപ്പെടെ ഒരു കൂട്ടം ചേർന്നിട്ട് അതിന്റെയൊക്കെ ന്യൂസുകൾ നമ്മൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞ ആദ്യം തട്ടിപ്പുകാര്, ഇപ്പം നേരത്തെ പറഞ്ഞൊരു ഉദാഹരണത്തിന് അയാളെ വിളിച്ചത് നിങ്ങളുടെ സിബിൽ സ്കോർ കുറവാണ്, അത് കൂട്ടാൻ 10,000 രൂപ അടയ്ക്കണം എന്ന് പറയുന്നത് പോലും ആ ഒരു സമയത്ത് നമ്മൾ ആരും ചിന്തിക്കണമെന്നില്ല. ഇപ്പം നമ്മൾ ഏതൊരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിനനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ സിബിൽ സ്കോർ പണം കൊടുത്താൽ ഉടനെ കൂട്ടാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ആ ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ അയാൾക്ക് കാശിനോടുള്ള ആവശ്യമായിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കാം. അപ്പം ഇങ്ങനെയുള്ളവരെയാണ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ഔദ്യോഗികമായ ബാങ്കുകളുടെ ക്രെഡിറ്റ് സ്ഥാപനങ്ങളും പരിശോധിക്കുന്ന രീതികളും സിബിൽ സ്കോറും മാറുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് നോക്കുമ്പോഴത്തേക്കും. പക്ഷെ ആദ്യം യാത്രയിലായിരുന്നാലും സിബിൽ സ്കോർ മെച്ചപ്പെടുത്തണം എന്ന് ആവശ്യമുണ്ടായ അയാളുടെ ഫോൺ വിളിച്ച് ശേഷം അദ്ദേഹത്തിന് ഒരു APK ഫയൽ അയച്ചു കൊടുത്തത്. അപ്പം ഇങ്ങനെ ഒരു ഫയൽ അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആരുടെ കയ്യിൽ നിന്നും ഇതേപോലെയുള്ള ഫയലുകളോ അല്ലെങ്കിൽ ഈവൻ ഒരു ഇമേജ് പോലും, അറിഞ്ഞുകൂടാത്തവരുടെ കയ്യിൽ നിന്ന് പോലും ഒരു ഇമേജോ ഒരു PDF എന്തെങ്കിലും ഒരു OTP പോലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ലെന്നാണ് ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം. അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ചെറിയൊരു ഇമേജിൽ നിന്ന് മതി. അതായത് ഇപ്പൊ വാട്സപ്പിലൂടെ സന്ദേശത്തിൽ അയക്കുന്നതിന് പകരം ഒരു ഇമേജ് അയച്ചു കൊടുത്താൽ മതി ആ ഒരു ഫോൺ നമുക്ക് ഹാക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഇത് ടെക്നോളജിയിലെ വളരെ അധികം കടന്നു വരുന്ന കാര്യങ്ങളാണ്. ഇതിപ്പം ഒരു പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ AI ടെക്നോളജി, അതായത് നിർബന്ധ ബുദ്ധി ടെക്നോളജി വെച്ചിട്ട് ആർക്കും വേണോ ഇത് വളരെ സുലഭമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം സാങ്കേതിക വിദ്യയുടെ കൂടുന്നതനുസരിച്ച് ഈ പറഞ്ഞ സൈബറിലെ തട്ടിപ്പുകളും കൂടുകയും ചെയ്യും. അപ്പം വരും കാലങ്ങളിൽ സാക്ഷരതയാണ് മെയിൻ. അത് മാത്രമല്ല, നമ്മൾ ജാഗരൂകരായിരിക്കണം.